ഹായ് ഡിയേഴ്സ്. അപ്പം നമ്മൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് ഈ ഗാർഡൻ, അമ്മൂസ് ഗാർഡൻ. കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചെടികളൊക്കെ നോക്കി. പിന്നെ നമുക്ക് ഒരു സാധനം കിട്ടിയില്ല. ഈ ചാമ്പയാണ്. ഇത് ചുവപ്പ് ചാമ്പയാണ്. ചെറുതിലെ കായ്ക്കുമെന്നൊക്കെ പറഞ്ഞത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളത് വാങ്ങിച്ചു. കുട്ടിക്കാർഷകനൊരു പണിയും ആവുമല്ലോ. അപ്പം നമ്മളത് വാങ്ങി. കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ഒന്ന് നോക്കി. നമ്മൾ ഗാർഡനൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ചെടികളൊന്നും വാങ്ങിയില്ല. ഇതെന്താണ് മോനെ ഇത്? ചാമ്പയുടെ എന്നാ ഇത്? ഇതാണ് ചാമ്പത്തൈ. ആ പൊങ്ങുന്നുണ്ടോ? നമുക്കേ എവിടെ നടുവരും നമ്മള്? അത് കുട്ടിക്കർഷകനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവനത് അപ്പം തന്നെ വെക്കാനുള്ള നിർബന്ധത്തിലായിരുന്നു. പിന്നെ ഒരു കണക്കിൽ പിടിച്ച് അവിടെ വെച്ചു. നമുക്ക് വൈകുന്നേരം വെക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ മുറ്റത്തോട്ട് നോക്കിയിരുന്ന അവൻ വൈകുന്നേരം ആക്കി കേട്ടോ. അപ്പോഴേ ഇറങ്ങി മമ്മിട്ടി എടുത്ത് ചാമ്പ നട്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ അല്ലേ. അവന്റെ പണിയിൽ ഏർപ്പെട്ടപ്പോഴേക്കും ചെറിയ ചാറ്റൽ മഴയായി. എന്നാൽ മഴ കഴിഞ്ഞിട്ടാകാന്ന് പറഞ്ഞപ്പോൾ തൊപ്പി എടുത്തു വെച്ചായി പിന്നെ പണി. ഇനിയിപ്പോ ആരും ഒന്നും പറയുന്നില്ല. കുട്ടിക്കർഷകൻ അത് പൊക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് അച്ഛന്റെ സഹായം കൂടെ തേടി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അത് നട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചാമ്പ നടലും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യലും വെള്ളമൊഴിക്കലും ആകെ ബിസിയാണ് കുട്ടിക്കർഷകൻ. അങ്ങനെ ചാമ്പനടിയിലും വെള്ളമൊഴിക്കലും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ മുതൽ മഴയായത് കൊണ്ട് ചാമ്പയ്ക്ക് വെള്ളം കിട്ടുമെന്നുള്ള ടെൻഷൻ വേണ്ടല്ലേ. അതെങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു വരുമായിരിക്കും. അപ്പൊ ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. ഈ കുട്ടിക്കർഷകനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. റോജാസ് നൊസ്റ്റാൾജിയ. ബൈ.